വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഞാനിപ്പോഴും അമ്പൂരി എന്നുള്ള മനോഹരമായ പ്രദേശത്ത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഹാർഡ്ലി 5 മിനിറ്റ് താഴെ 5 മിനിറ്റ്സ് മതി ഈ സ്ഥലത്ത് പൂച്ചമുക്ക് അവിടുത്തെ മറ്റൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഗ്രീൻസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ എല്ലാ ടൈപ്പ് ഭക്ഷണവും കിട്ടും. ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, ചൈനീസ്, അറബിക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് നാടൻ വിഭവങ്ങൾ 1-2 കാര്യങ്ങളൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. തീരുന്നില്ല അമ്പൂരി വിശേഷങ്ങൾ. അപ്പോൾ ഗ്രീൻസ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ പാർട്ടിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ കൂടെ ഷെഫ് സുൽഫിക്കർ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാൽക്കപ്പ, എല്ലുകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ അതും ഭയങ്കര ഫേമസ് ആണ് അല്ലേ? ഇവിടെ എല്ലാ ഫുഡും നല്ല ഓക്കെയാണ്, ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഷെഫ് ഇപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നു, അത് നമുക്ക് കാണാം. അപ്പോൾ ചിക്കൻ കറക്റ്റാണ്, അത് ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിങ്ങനെയാണ് അറിയോ, തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് ഫ്രഷായിട്ട് ഉണ്ടാക്കി പാൽക്കപ്പയല്ലേ ചെയ്യണം. വെളിച്ചെണ്ണ, അപ്പോൾ കപ്പ ഓൾറെഡി ഉടച്ച് വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. ഇനി ഉള്ളി, പച്ചമുളക്, ഇതിനകത്ത് ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടി ചതച്ചതാണ്. വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി. ഇത് എത്ര കപ്പയാണ് നമ്മളിതിന് മാറ്റി വെച്ചിരിക്കുന്നത്? 2 kg. 1 kg എടുക്കും. ഇത് സാധാരണ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ടല്ലേ ചെയ്ത് കൊടുക്കുന്നത്? ഇതാണ് കപ്പ വേവിച്ച് ഒന്ന് ഉടച്ചു വെച്ചു. അതിൻ്റെ ഏകദേശം ഇത് 2 കിലോയാണ്, ഒരു പകുതി എടുക്കും. ഒന്ന് വേട്ടുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഒരു മീഡിയം തിക്കിലാണ്. മീഡിയം തിക്ക്, ഓക്കെ. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലെടുത്ത് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. തിളച്ച് കുറുകണം. ലാവിഷായിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ, എന്നാലേ നല്ലതായിട്ട് കിട്ടുള്ളൂ അല്ലേ? അതെ. കപ്പ ഓൾറെഡി വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്താണ്. കുറച്ച് മാത്രം, എങ്കിലും കുറച്ച് ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, തള വരുന്നേ ഉള്ളൂ. ഇത് വെന്ത് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കും അല്ലേ? അപ്പോൾ എന്നിട്ട് കുറുകും. ഇത് കാന്താരി മുളകായിരുന്നോ? അല്ല, പച്ചമുളക്, സാധാ പച്ചമുളകാണ്. ഓക്കെ. ഇവിടുത്തെ പെരട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടിരിക്കുവാണ്. അവരുടെ അടുക്കളയിൽ കയറി ആക്രമിച്ച് പറയും. തിളച്ച് കുറുകി വരുന്നു. ഇത് കുറച്ചുകൂടി വേകുന്ന കപ്പയാണ് ബെറ്റർ. അപ്പോൾ ഇപ്പോൾ ഷെഫ് പറയായിരുന്നു ഇതൊരു മിക്സ് ആയിട്ടാണ് കിട്ടിയത്. കുറച്ച് വേഗം കുറച്ച് കട്ടയായിട്ട് കുറച്ച് എന്താ പറയുക, ഒരുപാട് ഉടയാത്ത കപ്പ. ഇനി ലാസ്റ്റ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്തോളൂ. ഒരു സെമി ലൂസായിട്ടിരിക്കുന്നതാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടൈറ്റാവും, നല്ല തിക്കായിട്ട്. നിറച്ച് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, എന്നാലും നല്ല ലാവിഷായിട്ട് ഒഴിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ടു. ആ കടുകൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് ബാക്കി വറ്റൽമുളക് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി, അത് കുറച്ച് കറിവേപ്പില നമ്മളവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1-2 കുറേ ഉണ്ട് കേട്ടോ, 6-7 മുറിച്ചതാ. കറിവേപ്പില നമ്മൾ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അത് കുറച്ച് കൂടുതൽ ചേർക്കണം. ഒരു പിടിയെന്ന് തന്നെ പറയാം അല്ലേ? ഒരു കൈ നിറച്ചുണ്ട് അത്. അതുകൊണ്ടാണ് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചത്, കാരണം ഇത്രയും സാധനങ്ങൾ മൂപ്പിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളൂ. കൊച്ചുള്ളി നല്ല ചുമന്ന് കിട്ടിയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, ആ ഫ്ലേവർ വരുള്ളൂ. ഇവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് കൂടുതലും ഈവനിങ് ആണ്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭയങ്കര കളർഫുള്ളായി അല്ലേ? അൽഫാം, മന്തി, പിന്നെ എന്തൊക്കെയാണ്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് ഈവനിങ് ടൈമാണ് കൂടുതൽ. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പക്ഷേ ലഞ്ചുണ്ട്. അത് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. മീൽസ് ഓൾറെഡി ബിരിയാണി എല്ലാം ഉണ്ട്. എങ്കിലും കൂടുതൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. എനി ടൈമും ഉണ്ട്, മന്തി ഉണ്ട്,
എല്ലാ ടൈപ്പ് ഉച്ചയ്ക്കും കിട്ടും. ഉച്ചയ്ക്ക് സ്റ്റാർട്ടിംഗ് ആണ്, വല്ലപ്പോഴും സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ. വൈകുന്നേരം ചൈനീസ് ഒക്കെ ചൈനീസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കാണെങ്കിലും കൊടുക്കില്ലേ? ചൈനീസും എല്ലാം ഉണ്ട്. അത് 1 മണി മുതൽ ചൈനീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല, 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നാടൻ കൂടുതലും പോകുന്ന ഉച്ച സമയത്താണ്. ഓക്കെ. ഉച്ചയ്ക്കും വൈകിട്ടും. ചെറിയ ബ്രൗണായി. യെസ്, കഴിഞ്ഞു. ഇതിന് നേരെ പാൽ കപ്പയുടെ മുകളിലേക്ക് ഒഴിക്കും. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതെ, കാണുമ്പോൾ അറിയാമല്ലോ, യമ്മി യമ്മിയാണ്. സൂപ്പർ, സംഭവം റെഡി. പിന്നെ ഉപ്പ് മാത്രം നോക്കിയാൽ മതി. ഒരു അല്പം പഞ്ചസാരയും സാധാരണ അവർ ചേർക്കാറുണ്ട്. നമ്മൾ ഇതിന് വേണ്ടി ഒരു ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, അതിൻ്റെ ഒരു ഇതിന് വേണ്ടി. അത്രേ. ഇനിയിപ്പോൾ നമ്മൾ ഇനി അടുത്ത എല്ല് കറി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ വാരിയല്ല, മൊത്തത്തിലുള്ള എല്ലാം പീസും ഉണ്ട് അതിൻ്റെ കൂടെ. ഓൾറെഡി മാംസം കൂടെ ചേർന്ന്, കുറച്ച് മാംസവും എല്ലും എല്ലാം കൂടി ചേർന്ന് വരുന്നത്. എന്നിട്ടാ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്? എത്ര കിലോ ഉണ്ട് ഇത്? നമ്മളൊരു 4 kg ഉണ്ട്. 4 കിലോ? യെസ്. 4 കിലോ ബീഫിൻ്റെ എല്ലും കഷ്ണങ്ങളും എല്ലാം കൂടി ചേർത്തൊരു മിക്സ്ഡ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, സവാള എല്ലാം കൂടി സോട്ട് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പ് ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. ഓ, 4 കിലോ ആണിത്. ഇതിനകത്തിപ്പോൾ കറിവേപ്പിലുണ്ട്, സവാളയൊക്കെ വഴട്ടും അല്ല, അതിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ല? ഇതിനകത്തെല്ലാം നമ്മൾ ഈ എല്ലും സവാളയെല്ലാം നമ്മൾ സ്ലോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം ഓൾറെഡി നമ്മൾ ഇതിലൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കും. പച്ചമുളക്, കുരുമുളക്, മുളക് പൊടി, സാധാ മുളക് പൊടി, സാധാ എല്ലാം കൂടി ചേർത്ത്, മല്ലിപ്പൊടി കുറച്ച് വീതം, ഒരു 3 ടീസ്പൂൺ വീതം. അപ്പോൾ ഇതിപ്പോൾ റെഡി 4 kg. കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യാനുസരണം എടുത്തിട്ട് നമ്മൾ കറിയാക്കാം. അതെ, അല്ല ഇതിപ്പം ഓൾറെഡി നമ്മൾ മൊത്തത്തിൽ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ 4 കിലോയും ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് കാണാം. അങ്ങനെ ഗ്രീൻസ് മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റ് പാർട്ടിൽ നിന്ന് ലൈം സോഡ കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കിച്ചണിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു. പാൽ കപ്പ കഴിഞ്ഞു. ഈ ഇറച്ചിയുടെ കണ്ടല്ലോ, പിന്നെ എന്താണ് എല്ല് കറിക്കണ്ട വേവിച്ച് വെച്ചു. അപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഷെഫിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് ഞാൻ വന്നു. എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നുള്ളൂ. നല്ല ലൈം സോഡ, ഗുഡ്. റെസ്റ്റോറൻറ്റിൻ്റെ ഈ പോർഷനിൽ നിന്നാൽ കറക്റ്റ് വെളിയിലേക്കുള്ള റോഡ് നല്ല വിസിബിളാണ്. ഈ ഭാഗമൊക്കെ കുറച്ചുകൂടി ഒരു പോളിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഈവനിങ് സെയിലാണ് കൂടുതൽ. അപ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്രൈറ്റാണ്. കൊള്ളാമല്ലോ പരിപാടി. ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയാണ്. വരുന്ന റെസ്റ്റോറൻറ്റ് വരുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ ഒരു ചെറിയൊരു എൻക്ലോഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. എനിക്ക് എവിടെ കുഞ്ഞാലും കണ്ടാലും ഇരിക്കാൻ തോന്നും. അപ്പോൾ ലൈം ജ്യൂസും കുടിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവാണ്. ബാക്കി നമ്മുടെ എന്താ പറയുക എല്ല് കറിയുടെ മേക്കിങ് കൂടി കാണാം. അങ്ങനെ വീണ്ടും ഞാൻ കിച്ചണിലെത്തി. എല്ല് കറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇതും അതുപോലെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് ഏറെ വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഒരു 4 കിലോ എല്ലാണ് ബീഫിൻ്റെ. അപ്പം കുഴപ്പമില്ല. വെളിച്ചെണ്ണ എണ്ണ നല്ല ചൂടായി. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇട്ട് വേവിച്ചിട്ടുണ്ട്, കുറേ ചതച്ചിട്ടിട്ട്. അത് കൂടാതെ എക്സ്ട്രാ ആണത്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയാണ്. നാടൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലാണ് അതിൻ്റെ മല്ലിപ്പൊടിയാണ് അടുത്തിടുന്നത്. നമ്മൾ അതിനെ ഓൾറെഡി നമ്മൾ കുറച്ച് ചേർത്തുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഓൾറെഡി അതിനകത്ത് ചേർത്തുണ്ട്. സാധാ മുളക് പൊടി, പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്ന കാശ്മീരി മല്ലിപ്പൊടിയും കൂടെ. മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡർ. ഇത് കാശ്മീരി പൗഡറാണ്. ഇതിപ്പോൾ ഒരു 4 kgക്ക് വേണ്ടിയിട്ടുള്ളൊരു അളവാണ്. അതെ. രണ്ടും ഇപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. രണ്ട് ഏകദേശം ഇത് ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. അതിൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി മാറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞിട്ട്
ഇത് കുറച്ച് ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റീസ് ആയിരുന്നു. ആണ്. അതല്ല ഹോൾ സ്പൈസസ് മറ്റേ ഇട്ടിട്ടുണ്ടോ? ബേ ലീഫ് ഒക്കെ ഇല്ല, ബേ ലീഫ് ഒന്നും അതിനകത്തില്ല. ഇതിനകത്താണ്. ഇതിനകത്തപ്പോൾ എന്ത് മസാല? ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. മസാലയുടെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? പട്ട മസാല അങ്ങനത്തെ എന്തെങ്കിലും ഹോൾ സ്പൈസസ്? ഈ ഇട്ട മസാല കുരുമുളക് മാത്രം ചേർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഗരം മസാല ഇപ്പം ചേർത്തു, അത് മാത്രമേ ഉള്ളൂ. പാകത്തിന് മൂത്തു. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലും മീറ്റും എല്ലാം കൂടി ചേർന്നൊരു മിശ്രിതമാണ്. അതെ, അതിൻ്റെ ഒരു സ്റ്റോക്കോടുകൂടി 4 കിലോ. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഇവിടുത്തെ എല്ല് കറി. ബീഫിൻ്റെ എല്ലും കുറച്ച് ഫ്ലഷും അതിൽ പറ്റിയിരിക്കുന്ന ഫ്ലഷും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ മസാല പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ടാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് മീറ്റും എല്ലാം കൂടി ചേർത്തത് അതിൻ്റെ ഗ്രേവിയോട് കൂടി. ഇനി ഒന്ന് തിളയ്ക്കണം അല്ലേ? ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ തിളപ്പിക്കണം. ഇതിനൊന്നുകൂടെ നമ്മൾ കുക്ക് ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് കുരുമുളക് പൊടി. നല്ല അത്യാവശ്യം സ്പൈസിയാണ് കേട്ടോ, കാണുമ്പോൾ അറിയാം. നല്ല കളർഫുള്ളാണ്. നല്ല എളുപ്പത്തിന് തന്നെ ചെയ്തു, ഈസി ആയിട്ട്. ഷെഫ് സ്പെഷ്യലാണത്. ഇവിടെ വലിയ ഡിമാൻഡാണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ എല്ല് കറിയും പാൽക്കപ്പ, പിന്നെ അല്ലാത്ത കപ്പ, ചിക്കൻ പെരട്ട് കപ്പ, പിന്നെ മുളക് കറി, മുളകിട്ട കറി, മീൻ കറി, ഫിഷ് കറി മുളകിട്ടത്. പുഴമീനാണ്. ശനി ഞായർ നമ്മൾ സ്പെഷ്യലായിട്ട് പുഴമീൻ കറി. റോഹു, കട്ട്ല അങ്ങനെയുള്ള ഫിഷുകളാണ്. പിന്നെ നമുക്ക് ഡാമിലെ ഫിഷ് ഇഷ്ടംപോലെ കിട്ടും. അതെ. പിന്നെ ഫിഷ് നമുക്ക് അല്ലാതെ ഗ്രില്ല് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഗ്രില്ലുണ്ട് ഇവിടെ. അത് അറബിക് ഫുഡും ഉണ്ട്, ഗ്രില്ലുണ്ട്, പിന്നെ ബാർബിക്യൂ ചിക്കൻ, പിന്നെ അതുപോലെ അൽഫാം, അതെല്ലാം ഉണ്ട് ഇവിടെ. എന്ത് വേണം എന്ന് പറഞ്ഞാൽ മതി, എവറിത്തിങ് ഈസ് അവൈലബിൾ. ഇതൊരു കൊച്ചു ടൗൺഷിപ്പാണ് എങ്കിലും നല്ല 2-3 നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ ഗ്രീൻസ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ തേടി വരുന്നുണ്ട്. ഇവർക്ക് ടൂറിസ്റ്റുകളെയാണ് ഇവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിസോർട്ടിലേക്ക് നമ്മളാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. പല റിസോർട്ട്സുകളിലൊക്കെ തള വന്നു തുടങ്ങി. ഇനി കുറച്ചൊരു 15 മിനിറ്റ് തിളച്ചാൽ സംഭവം റെഡി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ചല്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂണോളം ചേർക്കും. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില. അപ്പോൾ ഇവിടെ എന്താ പഴയ അടക്കാൻ തോന്നുന്നു. വോയിസ് ഡിസ്റ്റർബ്. ആൻഡ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് എക്സ്ട്രാ. ഈസ് ഓവർ. ഓക്കെ. എല്ല് കറി കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഞാൻ ബീഫ് കഴിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഗ്രേവിയിൽ നിന്ന് ഇച്ചിരി ഒരു ടേസ്റ്റ് അറിയാം. ഒക്കെ പീസ് വേണ്ട ഗ്രേവിയുടെ ഒരറ്റത്തുനിന്ന് കുറച്ച് പാൽക്കപ്പയെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റിങ് ഉള്ളി ഗ്രേവി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് വൈസ്. പാൽക്കപ്പ കണ്ടോ കുറച്ചുകൂടെ ടൈറ്റായി അത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഇച്ചിരി ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ്, എക്സലൻറ്റ്, അടിപൊളി. ചുമ്മാ അല്ല ഇതിനിവിടെ വലിയ ഡിമാൻഡ് എന്ന് പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കുറേ ആൾക്കാർ വരും കഴിക്കാൻ. നൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം വീട്ടിൽ. റെസിപ്പി കേട്ടല്ലോ. ഓക്കെ ഷെഫ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വരാം. ഓക്കെ. അങ്ങനെ ഗ്രീൻസ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങുന്നു. അടുത്ത പരിപാടി ഇനി അമ്പൂരിയുടെ ഇനി ബാക്കി എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് കാണും. പരിപാടി കൊള്ളാം. ഇങ്ങനെ നല്ല കാഴ്ചകൾ കാണാം, നല്ല ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ എല്ലാവരും പരിചയക്കാരായി അമ്പൂരിയിലെ ആൾക്കാരൊക്കെ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുമല്ലോ. നമ്മളിപ്പോൾ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങിയിട്ട്, അതായത് കാളിപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണാം. കുറച്ച് കറങ്ങി ഇങ്ങനെ മുകളിലേക്കുള്ള യാത്രയാണ്. പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഓൺ ദ വേ. അങ്ങനെ കാളിപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇനി അങ്ങോട്ട് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള അത്ര ദൂരമേ ഉള്ളൂ.
വാഹനം എടുക്കണ്ട, വാഹനം അവിടെ ഇട്ട് തിരിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തിരിക്കാം. ഇതൊരു ചെറിയ പാറയാണ്, പക്ഷേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ആൻഡ് ഷട്ടർ ആ ഏരിയ കാണാം. ഇതൊരു ചെറിയ പാറയാണ്, അതൊക്കെ ഇങ്ങനെ കയറി വരാം. ഇത് കാളിപ്പാറ. ഇനി കാളിമലയുണ്ട്, അത് കുറച്ച് കയറണം, ഒത്തിരി വലിയ ട്രെക്കിങ്ങാണ്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോഴാണ് എന്ത് രസമുള്ള ലാൻഡ്സ്കേപ്പ് അറിയാം. കുറച്ചുകൂടി കയറാനുണ്ട്, അങ്ങോട്ട് പോകാം. കള്ളിമുൾച്ചെടിയൊക്കെ നിൽക്കുന്നു. അപ്പോൾ കാളിപ്പാറയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ പറയുമ്പോഴും, കാളിപ്പാറ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ക്ഷേത്രം കാണുന്നുണ്ട്, അവിടെ ചെറിയൊരു ക്ഷേത്രം, അതാണ് കാളിപ്പാറ ഏറ്റവും ടോപ്പിൽ. ഇതിൻ്റെ ഒരു അപ്പർ ഡിവിഷനാണ്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള പാറ, ഞാൻ അതിനെ കാളിപ്പാറ തന്നെ അതും പറയുന്നു, അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്. അവിടെ കയറണമെങ്കിൽ കുറേ കൂടി നമ്മൾ ട്രക്ക് ചെയ്ത് കയറേണ്ടി വരും. അവിടെ ഒരു കാളിക്ഷേത്രമുണ്ട് ഏറ്റവും മുകളിൽ, കാണാമല്ലോ അല്ലേ, അവിടെ. അത് ഇവിടെ എല്ലാം വനപ്രദേശം കേട്ടോ, ഈ ചുറ്റോട് ചുറ്റും. പിന്നെ നമ്മൾ വന്ന വഴിക്കൊക്കെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അവിടെ അവിടെയായിട്ട്, കംപ്ലീറ്റ്ലി ആൾക്കാർ നിറഞ്ഞല്ല. പക്ഷേ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ് ഒരു ഭാഗത്ത്. അപ്പോൾ കൂനിച്ചിപ്പാറ അങ്ങനത്തെ പാറയൊക്കെ അപ്പുറത്തെ സൈഡാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഭാഗത്തല്ല. ഇതെല്ലാം വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത് നേരെ കാണാം നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ പ്ലസ് ദ ഷട്ടർ ഏരിയ. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അതായത് ആ ഷട്ടർ കണ്ടുകൊണ്ടാണ് നമ്മൾ അമ്പൂരിയിലേക്ക് വന്നത്. ജസ്റ്റ് അതുവഴി കയറി വന്നു. ഇപ്പോൾ ഏകദേശം യാത്ര അവസാനിക്കാറായി അമ്പൂരിയുടെ. വീണ്ടും നമ്മളൊരു പാറയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ കാഴ്ചകൾ കാണുകയാണ്. പിന്നെ ആ കാണുന്ന വെള്ളത്തിൻ്റെ ആ പ്രസൻസ് അവിടെ എല്ലാം തന്നെ നെയ്യാറിൻ്റെ പല ഭാഗങ്ങളാണ് റിസർവോയർ ഏരിയയുടെ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണല്ലോ പല ഭാഗത്തായിട്ട്. നല്ല കാറ്റ് ഇങ്ങനെ വരുന്നു, ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇതിപ്പോൾ സമയം ഏകദേശം ഒരു 3:30 മണിയായിട്ടുള്ളൂ. ഇന്ന് വലിയ വെയിലില്ല. സത്യം പറഞ്ഞാൽ ഇന്നൊരു മഴയും ചെറിയൊരു മഴ ഇടയ്ക്ക് പെയ്തു, മഴക്കാറും ഒക്കെ ആയിട്ട് സൺ ഇന്ന് ഇച്ചിരി ഡള്ളാണ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കാളിപ്പാറ എന്ന് ഞാൻ പറയുമ്പോഴും കാളിപ്പാറ ഈസ് ദ ടോപ്പ് പോർഷൻ. അവിടം വരെയും ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. ഞാനതിന് ശ്രമിച്ചില്ല എന്ന് മാത്രം. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഇതിന് ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ മൊത്തം കാണാം. എനിക്കിപ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ, ഈ ഒരു ഭാഗം. നെയ്യാർ ഡാമും വെസ്റ്റേൺ ഗാട്ട്സും പിന്നെ ഈ ഭാഗങ്ങളെല്ലാം കാണാം. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി കാണാം. ആ ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ കാളിമലയുടെ അവിടെ പോയാൽ കാളിപ്പാറയുടെ ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ പോകുന്നവരുണ്ട്, ഒരുപാട് പേര് ട്രക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വരെയും പോകാം. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. ഇതധികം അധ്വാനിക്കാതെ നമുക്ക് എത്താൻ പറ്റുന്നൊരു പോയിൻറ്റ്, ഒരു സ്പോട്ടാണ്, ഹിഡൻ സ്പോട്ട്. കാർ ഏതാണ്ട് ഇവിടം വരെ വരും, ഇച്ചിരി നടന്നാൽ മതി. എന്ത് ഭംഗിയായിരിക്കണം അത് കാണാൻ. ഇവിടെ ഇങ്ങനെ അവിടെ ഒരു പള്ളി. ഇപ്പോൾ ഇങ്ങനെ മേഘങ്ങളൊക്കെ താഴേക്ക് മുകളിലേക്കൊക്കെ വന്ന് പൊസിഷനിങ് ഒക്കെ മാറുന്നുണ്ട്. എന്ത് ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ മേഘങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഈ കടലിലൊക്കെ പോകുമ്പോൾ തിരമാലകൾ ഇങ്ങനെ വരില്ലേ, ആ ഒരു ഫീലാണ്, ആ ബ്ലൂ ആൻഡ് വൈറ്റ് കോംബോ. ഇവിടെ നോക്കിയേ, ഇത് വെസ്റ്റേൺ ഗാട്ട്സൊക്കെ ഇങ്ങനെ ക്ലിയറായി വരുന്നു കേട്ടോ. അതിങ്ങനെ എന്തല്ലേ നമുക്കൊരു വെസ്റ്റേൺ ഗാട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഭയങ്കര ഒരു അതിർത്തിയാണ്. എന്ത് രസമാണത്. പിന്നെ ഈ ഗ്രീനറിയും എല്ലാം ആയിട്ട് ഈ ഒരു അമ്പൂരി ആൻഡ് പരിസര പ്രദേശങ്ങൾ കറങ്ങി നടന്നാൽ എല്ലായിടത്തും നമ്മളൊരു വ്യൂ പോയിൻ്റ് പോയി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. ഇത് കാണണം, അതാണ് എൻ്റെ ഒരു ഭംഗി. ഇവിടെ വലിയ തിരക്കും ബഹളമൊന്നുമില്ല, കണ്ടല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് നേരമായി ഞാനിങ്ങനെ ആസ്വദിച്ച് നടക്കുന്നു. തിരിച്ച് നമ്മൾ പോകുമ്പോഴും നമ്മൾ ഡാം സൈറ്റിൻ്റെ ഫ്രണ്ടിലൂടെ ആയിരിക്കും പോകാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ച് കയറാം കാറിലേക്ക്. എന്നിട്ട് മറ്റൊരു മനോഹരമായ സ്പോട്ടിലേക്കും കൂടെ പോകാൻ പ്ലാനുണ്ട്. നടക്കുമെന്നറിയില്ല. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരു അക്വാഡക്റ്റ് പോലെ ഒരു സംഭവമാണ്, പക്ഷേ മാത്തൂറിലുള്ളതല്ല, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ അവിടെ വാട്ടർ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അധികം ദൂരമൊന്നുമില്ല, ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയല്ലോ. ഓക്കെ, ഈ പാറയുടെ ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കള്ളിമുൾ ചെടി, നമ്മുടെ കാക്ടസ് പൂത്തു നിൽക്കുന്നു. പിന്നെ യൂഷ്വലി പാറ പ്രദേശങ്ങളിലും നല്ല കാറ്റും തണുപ്പുള്ള സ്ഥലങ്ങളിലും കാണുന്നതാണ് ഈ ഒരു ഫേൺ ട്രീ പോലൊരു ഭംഗിയുള്ളൊരു, എനിക്കിഷ്ടമാണ്. ഇതൊരു പുല്ലാണ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പുല്ല്. ഹൈ റേഞ്ചസിൽ കാണുന്ന ചെടിയായത് ഈ ഒരു ഗ്രാസ്.
നിൽക്കുന്ന സ്പോട്ട് ഏതാ അറിയോ? ആര്യങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് നമ്മൾ അമ്പൂരിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വെള്ളറട കഴിഞ്ഞ് വരികയാണെങ്കിലും കുറച്ചുകൂടെ ക്ലോസറാണ്. അവിടുത്തെ അക്വാഡക്റ്റ് ചെറിയ ഹൈറ്റൊന്നും അധികമില്ല ഈ അക്വാഡക്റ്റ്, പക്ഷേ നിറച്ച് വെള്ളമുണ്ട്. ഇവിടെ സാധാരണ ആൾക്കാർ വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യും. ഞാനന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അത് ഞാൻ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്ന. ഇതൊരു ചെറിയ കുറുക്ക് വഴി കൂടി അവിടെ നോക്കിയേ, തൊട്ടിപ്പാലം. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞേ തൊട്ടിപ്പാലം. ഇവിടെ വെള്ളത്തിൽ ചാടി കുളിക്കാറുണ്ട് എല്ലാവരും കേട്ടോ. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഇങ്ങനെ അക്വാഡക്ട്സ് ഉണ്ടാക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഉള്ള. വാവ്. അപ്പോൾ തൊട്ടിപ്പാലം, ഇതേ വെള്ളം. ഇത് നല്ല താഴ്ച ഉണ്ടാവോ? എത്ര? 3.5 അടി. ഓക്കെ. ഇപ്പൊ എന്താ തുറന്നു വിട്ടിരിക്കുവാണോ? ഡാം തുറന്നു വിട്ടിരിക്കുന്നു. ഇതെല്ലാം നെയ്യാർ ഡാമിലെ വെള്ളം തന്നെയല്ലേ? അതന്നെ, നെയ്യാർ ഡാമിലെ വെള്ളം പല രീതിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് എല്ലാം കൃഷി ആവശ്യങ്ങൾക്കാണ്. ഇതേ പയ്യന്മാരെല്ലാം കുറേ പേര് ബൈക്കിലൊക്കെ വരും കേട്ടോ. എന്നിട്ട് അവർ വെള്ളത്തിൽ ചാടും. ആരെങ്കിലും വന്നിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ കാണാമായിരുന്നു. രസമാണ്. ബൈക്കിലൊക്കെ വരുന്നുണ്ട്. ബൈക്കിൽ വന്നാൽ ഇത് ഇവിടം വരെ വരാൻ പറ്റും. നടക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആര്യങ്കോട് അക്വാഡക്റ്റ്. ഇത് അധികം പേര്, അതായത് ഒരുപാട് പേർക്കൊന്നും അറിയാൻ സാധ്യതയില്ല, പക്ഷെ കുറച്ച് പേർക്ക് അറിയായിരിക്കും. സാധാരണ നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലമാണ് കാണുന്നത്. നല്ല ഹൈറ്റിൽ ഇങ്ങനെ പോണേ. നോക്കിയാൽ ഇതിൻ്റെ സൈഡിലൊരു ക്ഷേത്രം, ഒരു ചെറിയ ക്ഷേത്രം, ആര്യങ്കോടിലുള്ള ക്ഷേത്രമാണ്. ഇത് കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ അക്വാഡക്റ്റിലൂടെ വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ ചിലപ്പോൾ നിറയെ ഉണ്ടാവുമെന്നാണ് പറയണേ. വെള്ളം ഈ ഹൈറ്റിലും വരും. നിങ്ങൾ ഇറങ്ങുമോ വെള്ളത്തിൽ? ഇറങ്ങാൻ പ്ലാനുണ്ടോ? ഇല്ലേ? ഞാൻ വിചാരിച്ച് നിങ്ങളൊക്കെ വെള്ളത്തിൽ കിടന്ന് ചാടുന്നതെല്ലാം കാണിക്കാം. ആണോ? ഇത് അത്ര താഴ്ച ഇല്ലല്ലോ ഇപ്പോൾ അല്ലേ? വെള്ളം കുറവാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞ് കിടക്കുന്ന സമയമെന്നാണ് പറഞ്ഞത്. ഇവിടെ കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ. തൊട്ടങ്ങോട്ട് നോക്കിയാൽ കാണാം വാഴത്തോപ്പ്. ഈ തൊട്ടിപ്പാലം അഥവാ അക്വാഡക്റ്റിൽ നിന്നുള്ള വെള്ളം വേറൊരു ചാല് വഴി താഴേക്ക് പോകുന്നുണ്ടോ ഇങ്ങനെ. ഇതെല്ലാം തമിഴ്നാട്ടിലേക്കാണ് ഈ വെള്ളമൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇത് സ്റ്റെപ്പായിട്ട് ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. ഇത് അപ്പുറത്ത് കൂടി ഇങ്ങനെ പോകുന്നു. ഇതെല്ലാം ഇത് നല്ല രസമുണ്ട് ഇവിടെ. എന്ത് ഭംഗിയാണ്. ഇത് ഭയങ്കര പ്രോക്സിമിറ്റി ടു ദ റോഡാണ്. നമുക്ക് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറി നടന്നാൽ മതി. ഇതിൻ്റെ ബൈക്കിലാണ് വരുന്നതെങ്കിൽ ആ മേളിൽ വരെ ബൈക്ക് വരുകയും ചെയ്യും. വാ. ഇപ്പോൾ ആക്ച്വലി നടന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇതിവിടെ ഹൈറ്റ് കൂടി വരുന്ന പോലെ തോന്നും. നോക്കിക്കോളൂ, കൃഷി സ്ഥലങ്ങൾ, വാഴ കൃഷിയാണ് ഈ ഭാഗത്തൊക്കെ. ഈ സൈഡിലും പച്ചക്കറി കൃഷി, ഇതെല്ലാം. ഇത് ഇവിടെയൊക്കെ നല്ല കൃഷി നടക്കും. കാര്യം വാട്ടർ റിസോഴ്സ് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ഷട്ടർ ആണ് ഇവിടെ തുറന്നിരിക്കുന്നത് നെയ്യാറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന്. അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഇതുപോലൊരു അക്വാഡക്റ്റ് മറ്റേ വേറൊരു സൈഡിലുണ്ട്. അവിടേക്കും ഇതുപോലെ തന്നെ. ഇത് ചെറുതായിട്ട് തുറന്നിട്ടേ ഉള്ളൂ. ഫുൾ തുറന്നാൽ കുറേ കൂടി വെള്ളം ഉണ്ടാവും. ഇതൊക്കെ എന്ത് രസം. ഇതിൽ നിന്ന് സ്പിൽവേ പോണ പോലെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചാലിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓടും. ആഹാ. ഇവിടുത്തെ ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ആവശ്യത്തിന് വെള്ളം കിട്ടുമല്ലോ. ഇപ്പം നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. വലിയ പില്ലേഴ്സിലാണ് ഈ ഭാഗമൊക്കെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് താഴെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത്രയും ഹൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്ത് സന്തോഷം തോന്നുന്നു ഇതെല്ലാം കാണുമ്പോൾ അല്ലേ. ഭയങ്കര സന്തോഷം തോന്നും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. എനിക്കൊണ്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ ഇഷ്ടമല്ലേ. വരാൻ പറ്റാത്തവർക്ക് പോലും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും. വരാൻ പറ്റുകയാണെങ്കിൽ വരും. ഇതൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും ആ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ. അമ്പൂരിയിൽ നിന്ന് വരികയാണെങ്കിൽ. വെള്ളറടയിൽ നിന്ന് വരികയാണെങ്കിൽ അതിലും കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ട്രിവാൻഡ്രത്തുനിന്ന് ഹാർഡ്ലി 1 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താൽ വരാവുന്ന സ്ഥലമാണ്. സൺഡേസ് വന്നാൽ ഈ ഇതിൽ കംപ്ലീറ്റ് കുട്ടികൾ കുളിക്കുന്നതും ചാടുന്നതും സ്വിം ചെയ്യുന്നതൊക്കെ കാഴ്ച കാണാൻ പറ്റും. അത് വേറൊരു വൈബാണ്. പക്ഷേ ഇന്ന് സൺഡേ അല്ല, അത് കാരണം എനിക്കത് മിസ് ചെയ്തു. ഇത് പക്ഷേ 2-3 ദിവസമേ ഉള്ളൂ ഷട്ടർ തുറന്നിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം വന്നു തുടങ്ങിയത്. ഷട്ടർ തുറന്നില്ലെങ്കിൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. അത് ആ സമയത്ത് ആവശ്യമുള്ളപ്പോൾ അവരിങ്ങനെ തുറക്കും. അടിപൊളി. ഇതാരത് മലർന്ന് കിടന്ന് നിന്നു. വാവ്. അമ്പാടി മോൻ. തിരിഞ്ഞ് ഹാളെ ഒന്ന് കാണിക്കട്ടെ. ഇദ്ദേഹമാണ് വെള്ളത്തിൽ ചാടിയത്. അവൻ ഏത് സ്കൂളിൽ പഠിക്കുന്നു? ഒറ്റശേഖരമാണ്. ജനാർദ്ദന പുരം. ഓക്കെ. ഏത് ക്ലാസ്സായി? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി. അടിപൊളിയായിട്ട് ഇങ്ങനെ സ്വിം ചെയ്ത് പോകണമല്ലോ. മലന്ന് കിടന്നിട്ട് ഇത് വരും. ഞാൻ ചെട്ടി. ഇനിയും ചാടുമോ? ആ, പേടിയില്ലല്ലേ. അമ്പാടി ചാടാൻ പോണു. വാ. അമ്പാടി അവിടെ നിൽക്കാനുള്ള ഹൈറ്റേ ഉള്ളോ? വേറൊരാൾ പുറകെ വരുന്നുണ്ട്. നോക്ക്. ഓഹോ, എല്ലാവരും ഇറങ്ങിയോ? എനിക്ക് വയ്യ.
ഇത് സൺഡേ മാത്രം കാണുന്ന പ്രതിഭാസമാണെന്നാണ് പറഞ്ഞ ആൾക്കാരെല്ലാം വരുന്നത്. പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് അല്ലാണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈവനിങ് ടൈം ആയതുകൊണ്ട്. വാവ്, ഇത് കാണാൻ രസമാണ്. എനിക്ക് ചാടാനുള്ള ധൈര്യമൊന്നുമില്ല വെള്ളത്തിൽ ഇറങ്ങാം. പക്ഷേ ആൾക്കാർ ചെയ്യുമ്പോഴേ എന്ത് രസമാണ് കാണാൻ. ഇങ്ങനെ നോക്കിക്കോളൂ, ഇതിൻ്റെ തൂണുകൾ കാണാം. ഈ പില്ലേഴ്സിലാണ് ഈ അക്വാഡക്റ്റ് നിൽക്കുന്നത്. താഴേക്ക് ചാലായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്ന കാഴ്ചയും കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ ആ സ്റ്റെപ്പായിട്ട് വെള്ളം വീഴുന്നില്ലേ, അവിടേക്ക് പോവാതെ. നല്ലൊരു വഴിയുണ്ട് കേട്ടോ, കയറാനും ഇറങ്ങാനും ഒരുപാടില്ല. ഞാൻ അകത്ത് കണ്ടില്ല ആദ്യം, അതുകൊണ്ട് ഈ ചെറിയ വഴിയിലൂടെയാണ് അകത്ത് കയറിയത്. ബൈക്കിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇവിടെ വെള്ളത്തിൽ ചാടുന്നുണ്ട്. നല്ല രസമുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട്. വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം. എൻ്റെ സാരി പകുതി തുടങ്ങി. ഓ നോ, അവിടെ ആ പിന്നെ എന്താ പറയുക, തൊട്ടിപ്പാലത്തിലുള്ള വെള്ളം സെയിം ആണല്ലോ. അവിടെ നല്ല തണുത്ത വെള്ളം, സെയിം വെള്ളം ഞാൻ കയ്യിൽ കുറേ ഇട്ടു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ അമ്പൂരിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, പ്രധാന സ്ഥലങ്ങളൊക്കെ ഏകദേശമൊക്കെ ഞാൻ കവർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ 2 ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോകണു. ഇവിടെ നിന്നൊരു 1 മണിക്കൂർ 1.25 മണിക്കൂർ മതി എനിക്ക് വീട് എത്താൻ. സോ തിരിച്ച് വീണ്ടും വരാം. ഇതിനടുത്ത് കിടക്കുന്ന വേറെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഓൾ ദ സപ്പോർട്ട് ആൻഡ് ലവ്. ഇനി കൂടുതൽ കാഴ്ചകളുമായിട്ട് കാണാം. അതുവരെ